വളരെ പെട്ടെന്ന് ഒരു പരിപ്പ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചപ്പാത്തിക്കും പൂരിക്കും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പരിപ്പ് കഴുകിയെടുക്കണം. ആവശ്യത്തിനുള്ള പരിപ്പ് ഞാനിപ്പോൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പരിപ്പ് അളന്നെടുത്തതാണ്, തുവരപ്പരിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പരിപ്പൊക്കെ കഴുകി ഊറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. അതേപോലെ ടേസ്റ്റിനനുസരിച്ചിട്ട് 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 2-3 വിസിൽ പരിപ്പ് വെന്ത് കിട്ടുന്നിടം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എനിക്കിപ്പോൾ ഈ പരിപ്പിന് ഒരു 3 വിസിലാണ് ആവശ്യം വരുന്നത്. അപ്പോൾ ഞാനൊരിപ്പോൾ 3 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 12 ചെറിയ ഉള്ളി ഇതേപോലെ 2ആയിട്ട് കീറിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് മുളക് ചേർക്കാം. 3 പച്ചമുളകാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരയ്ക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും കൊണ്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരണം. ഉള്ളി മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയാണ്. പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ പരിപ്പ് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കുറുകി പോകാതെ നോക്കുക. കാരണം ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് എത്ര കൺസിസ്റ്റൻസിയിലാണോ കറി വേണ്ടത് ആ ഒരു സമയം നോക്കിയിട്ട് അത്രയും മാത്രം തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.